കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചിറ്റൂർ നിയോജക മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു. മേട്ടുപ്പാളയം ഗുരുസ്വാമിയാർ മഠത്തിൽ പ്രതീക്ഷ 2026 എന്ന സന്ദേശമുയർത്തി നടത്തിയ ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ഉദ്ഘാടനം ചെയ്തു. നേട്ടങ്ങൾ പറയാൻ പോയാൽ ഒട്ടനവധിയുണ്ട്. അതുകൊണ്ട് ഈ വേദിയിലെത്തി ഞാൻ മുതിരുന്നില്ല. എന്തായാലും നമുക്ക് 294 മാസത്തെ കുടിശ്ശിക പരിശോധിച്ചാൽ മിനിമം പെൻഷൻ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര രൂപ കിട്ടും? നിങ്ങളൊക്കെ മണ്ഡലങ്ങളിൽ നമ്മുടെ അംഗങ്ങളെ ചേർക്കാൻ പോകുമ്പോൾ അവർ ചോദിച്ചാൽ നമ്മൾ പറയണ്ടേ 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടും. എത്രയാണ്? 1 ലക്ഷം. അപ്പൊ 20,000 രൂപയ്ക്ക് അടുത്ത് പെൻഷൻ കിട്ടുന്ന ഒരാളിനോ അത് ലഭ്യമായപ്പോൾ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും കാണിക്കാത്ത ദുഷ്ടതയാണ് പിണറായി വിജയൻ നമ്മോട് കാട്ടിയത്, അല്ലേ? എന്താ ചെയ്തത്? ഈ പെൻഷൻ പരിഷ്കരണത്തിന് നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെ 4 കഷ്ണങ്ങളായി വെട്ടിമുറിച്ചു. ഒരു മുഖ്യമന്ത്രിമാരും ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ ഇതിനു മുൻപ് നമ്മുടെ ആനുകൂല്യങ്ങളെ വെട്ടിമുറിച്ച ചരിത്രമില്ല. ഈ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഭരണകാലം പെൻഷൻകാരുടെ ജീവിതത്തിലെ കരിനിഴൽ വീഴ്ത്തിയ സംഭവമാണ് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് C സുകുമാരൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C ബാലൻ, സംസ്ഥാന ഭാരവാഹികളായ M പോൾ, C വേലായുധൻ, പോൾ P ആലീസ്, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, KM റഷീദ്, P ഭക്തവത്സലം, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് KK ശൈലജകുമാരി, CG പത്മകുമാർ, T പ്രേംനാഥ് എന്നിവർ പ്രസംഗിച്ചു.